നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭാ സ്പീക്കർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈസ് ഡിക്ലെയർഡ് ഇലക്ടഡ് as Speaker of 16th Kerala Legislative Assembly. തിരുവഞ്ചൂരിന് കിട്ടിയത് 101 വോട്ടുകൾ. AC മൊയ്തീന് 35 വോട്ടും BB ഗോപകുമാറിന് 3 വോട്ടും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. നിയമസഭാ കക്ഷി നേതാവ് ആരാകണമെന്നതിൽ BJPയിൽ തർക്കം തുടരുന്നു. ആവശ്യത്തിൽ ഉറച്ച് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും. വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ. മലയിടം തുരുത്തുന്നതി ഒഴിപ്പിക്കലിൽ കോടതിയോട് സാവകാശം തേടി സർക്കാർ. കോടതിയെ സാഹചര്യം ബോധ്യപ്പെടുത്താൻ നീക്കം. റോജി എം ജോണിനെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി. അഭിഭാഷക കമ്മീഷന് കച്ചവട താൽപര്യമെന്ന് PV ശ്രീനിജൻ. നവകേരള യാത്രക്കിടയിലെ അക്രമത്തിൽ പ്രാഥമിക അന്വേഷണവും അട്ടിമറിച്ചതായി കണ്ടെത്തൽ. കേസ് ഡയറി തിരുത്തിച്ചെന്നും മൊഴി. ഇടപെട്ടത് ഉന്നത ഉദ്യോഗസ്ഥരെന്നും കണ്ടെത്തൽ. SIT അന്വേഷണം തുടരുന്നു. വിവാദ ഉദ്യോഗസ്ഥനായ സന്ദീപ് പിണറായിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കാതെ CPM. അപേക്ഷ 4 തവണ നിരസിച്ചു. തിരുവനന്തപുരം DC ബ്രാഞ്ച് അംഗത്വം മരവിപ്പിച്ചത് ലഹരിക്കേസിൽ കുരുങ്ങിയപ്പോൾ. കുറ്റവിമുക്തനായിട്ടും പരിഗണിക്കാതെ പാർട്ടി. മോഡലിംഗ് സെക്സ് റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരൻ ബിലാൽ. യുവതികളെ ദുബായിലേക്ക് എത്തിച്ചാൽ കിട്ടുക ആളൊന്നിന് 1 ലക്ഷം വരെ. സിന്ധുവുമായി ബിലാൽ പരിചയത്തിലായത് ദുബായിൽ വെച്ച്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം അയച്ചതിനും തെളിവുകൾ. തെക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ തുടരും. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം വൈകുന്നു. നടപടികൾ പുരോഗമിക്കുകയാണെന്ന് നിയമസഹായ സമിതി. 20 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയായത് കഴിഞ്ഞ ദിവസം. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം ശരിയാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. സ്വർണ്ണക്കൊള്ളയിലെ SIT തുടരന്വേഷണത്തിൽ തീരുമാനം ഉടൻ. സിസ്റ്റം ശരിയാക്കാനാണല്ലോ ഗവൺമെന്റ്. സിസ്റ്റം ശരിയല്ല നമ്മൾ പറയുമ്പോൾ ആ സിസ്റ്റം ശരിയാക്കേണ്ടതാരാ? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ദേവസ്വം വകുപ്പിന്റെ കാര്യം കൂടി എടുത്താൽ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. SITയിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ SIT പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഗവൺമെൻറ് മാറിയ സാഹചര്യത്തിൽ ഞങ്ങളാരും അത് അന്വേഷണത്തിൽ ഇടപെടില്ല. പക്ഷേ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. ജാതിപ്പേര് വിവാദത്തിൽ BD സതീശനെ കല്ലെറിയുന്നവർ വഷളാകുമെന്നും മുരളീധരൻ ന്യൂസ് 18നോട്. വാർത്തയിലേക്ക് വിശദമായി. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടാണ് തിരുവഞ്ചൂരിന് ലഭിച്ചത്. LDFന്റെ AC മൊയ്തീന് 35ഉം BJPയുടെ BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ച പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. പതിറ്റാണ്ടുകളായി നിയമസഭാംഗമായ ഏറ്റവും മുതിർന്ന, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ നിയമസഭാ സാമാജികനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ പുതിയ പദവിയിലേക്ക് എത്തുകയാണ്. നിയമസഭയിൽ രാവിലെ 9 മണിക്കാണ് വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ആദ്യമായി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 സ്ഥാനാർത്ഥികൾ നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചു. UDFൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, LDFൽ നിന്ന് AC മൊയ്തീൻ, BJPയിൽ നിന്ന് ചാത്തന്നൂർ MLA BB ഗോപകുമാർ. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് പ്രോട്ടേം സ്പീക്കറായ G സുധാകരനാണ്. അതിനുശേഷം വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം 3 സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാർ ഡയസിലെത്തി വോട്ടെണ്ണിയപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. 101 MLAമാരുടെ പിന്തുണയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 101 ആകാൻ കാരണം പ്രോട്ടേം സ്പീക്കറായ G സുധാകരൻ താൻ പ്രോട്ടേം സ്പീക്കർ ആയതുകൊണ്ടും
ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭരണാധികാരിയായതുകൊണ്ടും നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് 101 വോട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കിട്ടിയത്. 35 വോട്ട് LDFന്റെ AC മൊയ്തീൻ ലഭിച്ചു, 3 വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അതോടുകൂടി പ്രോട്ടേം സ്പീക്കർ സ്ഥാനം ഒഴിയുകയാണെന്നും തിരുവഞ്ചൂരിനെ സ്പീക്കറായി തെരഞ്ഞെടുക്കുകയാണെന്നും പ്രോട്ടേം സ്പീക്കറായിരുന്ന G. സുധാകരൻ സഭയെ അറിയിച്ചു. ശ്രീ BB ഗോപകുമാർ 3 വോട്ട്, ശ്രീ AC മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും പ്രോട്ടേം സ്പീക്കർ വോട്ട് ചെയ്തില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, a veteran political leader, an uncorrupt so far, great experience in political and parliamentary field, former Home Minister, simple and accessible to all. He is declared elected as Speaker of 16th Kerala Legislative Assembly. അതിനുശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സ്പീക്കറെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. മുഖ്യമന്ത്രി മുതൽ മറ്റ് കക്ഷി നേതാക്കൾ എല്ലാവരും പുതിയ സ്പീക്കറെ അഭിനന്ദിച്ച് സംസാരിച്ചു. കേരള നിയമസഭയുടെ സഭാനാഥനായി പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എന്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്പീക്കർ സ്വയം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് കൂടി കൗളും ശാക്തറും അടിവരയിടുന്നുണ്ട്. അതൊന്നും ഓർമ്മിപ്പിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള ഉന്നതമായ ജനാധിപത്യ ബോധമാവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടാവുക എന്ന് പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും വലിയ ഉത്തരവാദിത്തമാണ് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാവരുടെയും പിന്തുണ തേടി സഭയിൽ സംസാരിച്ചു. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ നിർദ്ദേശിച്ചുള്ള CPM നിയമസഭാ കക്ഷിയുടെ തീരുമാനം താൻ അംഗീകരിക്കുകയാണെന്ന് പുതിയ സ്പീക്കർ അറിയിച്ചു. ഇന്നലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിയമസഭാ സെക്രട്ടറി കത്ത് കൊടുത്തത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ട കത്ത് അത് സ്പീക്കർ അംഗീകരിച്ചതോടുകൂടി 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. നിയമസഭാ സെക്രട്ടറിക്ക് LDF പാർലമെന്ററി പാർട്ടി കത്ത് നൽകി. കത്ത് സ്പീക്കർ അംഗീകരിച്ചു. ഈ നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. അതിനാൽ കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങൾ 2(1) അനുസരിച്ച് പ്രസ്തുത പാർട്ടിയുടെ നേതാവായ ശ്രീ പിണറായി വിജയനെ ഈ സഭയിലെ പ്രതിപക്ഷ നേതാവായി ഞാൻ അംഗീകരിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി BJPയിൽ തർക്കം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുൻ അധ്യക്ഷൻ V. മുരളീധരനുമാണ് കക്ഷി നേതാവാകാനുള്ള മത്സരത്തിലുള്ളത്. വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ.
ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിൽ 3 സീറ്റ് പിടിച്ച് BJP വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചത്. അതിനുശേഷം കോർ കമ്മിറ്റിയിലടക്കം വിജയവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും അടക്കം ഉയർന്നിരുന്നു. ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവാകാനുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ 3 MLA-മാർക്കിടയിലും രൂക്ഷമായി നടക്കുന്നത്. തുടക്കത്തിൽ V. മുരളീധരൻ തന്നെ നിയമസഭാ കക്ഷി നേതാവാകുമെന്നായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നേതൃയോഗത്തിലടക്കം തർക്കങ്ങൾ രൂക്ഷമായതോടെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം വരണം. അതായത് മൂന്ന് നിയമസഭാ സാമാജികരാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിൽ ഒരാൾക്ക് നിയമസഭാ സെക്രട്ടറിയും ഒരാൾക്ക് നിയമസഭാ കക്ഷി നേതാവും മറ്റൊരാൾക്ക് വിപ്പുമാകാം. ഇതിൽ നിയമസഭാ കക്ഷി നേതാവാകാനാണ് V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ തർക്കം നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതായത് നിയമസഭാ കക്ഷി നേതാവാവുകയാണെന്നുണ്ടെങ്കിൽ മുൻനിരയിലെ ഇരിപ്പിടത്തിൽ ഇരിക്കാം. കഴിഞ്ഞ 2 ദിവസവും നിയമസഭാ സമ്മേളനം അല്ലെങ്കിൽ നിയമസഭയിലെ പരിപാടികൾക്കിടയിൽ അദ്ദേഹം മുൻനിരയിലെ സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. ഈ 2 നേതാക്കന്മാർക്കുമായി മറ്റ് നേതാക്കന്മാരും മറ്റ് സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരും രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും തർക്കം രൂക്ഷമായതോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിൽ നേതൃത്വത്തിന്റെ തീരുമാനം എത്താത്തതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിലൊരു വ്യക്തത കൈവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കന്മാരുടെ കടുംപിടുത്തത്തിന് ഏത് ഭാഗത്തേക്ക് കേന്ദ്ര നേതൃത്വം വഴങ്ങുമെന്നും വൈകാതെ മനസ്സിലാക്കാൻ കഴിയും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മന്ത്രി നേരിട്ടെത്തി ചർച്ച ചെയ്തിട്ടും അയയാതെ ലത്തീൻ സഭാ നേതൃത്വം. മന്ത്രി വന്ന് കണ്ടതുകൊണ്ട് മാത്രം മഞ്ഞുരുകില്ലെന്നും ചരടുവലികളും അന്തർനാടകങ്ങളും കാരണമാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിലെ അതൃപ്തി പരിഹരിക്കാനായിരുന്നു മന്ത്രി V. അബ്ദുൽ ഗഫൂർ ലത്തീൻ സഭാ ആസ്ഥാനത്ത് എത്തിയത്. ഫിഷറീസ് വകുപ്പ് ലീഗിന് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപതയുടെ ഭാഗത്തുനിന്ന് വലിയ അതൃപ്തിയും വിയോജിപ്പും നിലനിൽക്കുന്നതിനിടയിലാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി ഫിഷറീസ് മന്ത്രി V. അബ്ദുൽ ഗഫൂർ വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം സഭ മുമ്പോട്ട് വെച്ച ആശങ്കകൾ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടടക്കം അതോടൊപ്പം വിഴിഞ്ഞം പാക്കേജുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴയിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സഭ മുമ്പോട്ട് വെച്ചുള്ള ആശങ്കകൾക്ക് കൃത്യമായ പരിഹാരം കാണുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതോടൊപ്പം ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വകുപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്വാഭാവികമായ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. പിതാവായിട്ട് കണ്ടു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, ഒരു സൗഹൃദം പങ്കിട്ടു. തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വരാലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകും. എന്നോട് പരിഭവമൊന്നും പറഞ്ഞില്ല. എന്നോട് സൗഹൃദമാണ് പങ്കിട്ടത്, സന്തോഷമാണ് അറിയിച്ചത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പോകും. അതേസമയം ചരടുവലികളും നാടകങ്ങളും കൊണ്ടാണ് ലത്തീൻ സഭാ പ്രതിനിധിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയതെന്നായിരുന്നു സഭാ വക്താവ് തുറന്നടിച്ചത്. അതോടൊപ്പം ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് മഞ്ഞുരുകിയെന്ന് പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും അത് കൃത്യമായി പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സഭാ വക്താവ് വ്യക്തമാക്കി. നിങ്ങൾക്കറിയാമല്ലോ, ചില ചരടുവലികളും നാടകങ്ങളും കാരണമാണ് നമുക്ക് കിട്ടേണ്ട പ്രാതിനിധ്യം നമുക്ക് മന്ത്രിസഭയിലും കിട്ടാതെ പോയി, ലഭിക്കേണ്ട ഒരു വകുപ്പും നമുക്ക് ലഭിക്കാതെ പോയത്. അപ്പോൾ അതിൽ ആശങ്ക ഉണ്ടായിരുന്നു. അത് സൗഹൃദപരമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചത് തീർക്കും. ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി CP ജോണും അതോടൊപ്പം K. മുരളീധരനും കഴിഞ്ഞ ദിവസം സഭാ ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഫിഷറീസ് മന്ത്രി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി തന്നെ മറ്റ് ചില ഇടപെടലുകൾ കൂടി നടത്തിക്കൊണ്ട് സഭയ്ക്ക് ഉണ്ടായിരിക്കുന്ന വിയോജിപ്പുകളും അതൃപ്തിയും രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം സജീവമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിലേക്ക് എത്തിയാൽ സർക്കാരിൽ പ്രാതിനിധ്യം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ജനവികാരം മാനിച്ചുള്ള തീരുമാനം പ്രതീക്ഷിക്കുന്നതായി ഓർത്തഡോക്സ് സഭ. സ്പീക്കറെ അഭിനന്ദിക്കാൻ ഓർത്തഡോക്സ് സഭാ നേതൃത്വം നിയമസഭയിലെത്തി. നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാനായി ഒരുപാട് പൗരപ്രമുഖരും സാമുദായിക നേതാക്കളടക്കം നിയമസഭയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം യൂഹനോന്മാർ, ദേസ്കോറസ് തിരുമേനി ഉൾപ്പെടെയുള്ളവർ എന്നോടൊപ്പം ചേരുന്നു. ഇന്നിങ്ങനെ ഇവിടേക്ക് എത്താനിടയ സാഹചര്യം? ഞങ്ങൾ ബഹുമാനപ്പെട്ട സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ കോട്ടയം സഭാകേന്ദ്രത്തിൻ്റെ അടുത്തുള്ള MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണുക, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് കണ്ട് അഭിനന്ദിക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അത് 2 ഞങ്ങൾക്ക് സാധ്യമായി.
പക്ഷെ ഒരു ദുഃഖം കോട്ടയംകാർക്കൊക്കെ ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അവിടെ നിന്ന് ഒരു മന്ത്രിയില്ല. അത് ഓൾറെഡി അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അവര്? അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതല്ലല്ലോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഭരണാധികാരികൾക്ക് ആശംസ അർപ്പിക്കുവാനും ഭരണഘടനാപരമായ ഭരണം കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാൻ മാത്രം വന്നതാണ്. അല്ല, അതിൽ ഒരു കാര്യം എടുത്ത് ചോദിക്കുന്ന കാര്യം, ഓർത്തഡോക്സ് സഭയുടെ ഒരു റെപ്രസെന്റേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും മേഖലയിൽ? ഞങ്ങൾ ഒരു ഉറപ്പ് വാങ്ങിക്കാനും വന്നതല്ല, ഉറപ്പിന് വേണ്ടി വന്നതുമല്ല, ഒന്നും വന്നതല്ല. ജനവികാരം ഉൾക്കൊള്ളാൻ പറ്റുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഭരണാധികാരികൾക്ക് അത് കഴിയും, പാർട്ടിക്കും അത് കഴിയും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ രക്ഷിക്കാൻ ഒത്തുകളി നടന്നതായി കണ്ടെത്തൽ. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തി. മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല. അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു തുടങ്ങിയ കണ്ടെത്തലുകളാണ് SIT നടത്തിയിരിക്കുന്നത്. വിവാദ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സന്ദീപ് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു. മറ്റൊരു ഉദ്യോഗസ്ഥനായ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്. ശരണ്യ സ്നേഹിതന്റെ റിപ്പോർട്ട്. 2023 ഡിസംബർ 15-ന് മുഖ്യമന്ത്രിയുള്ള നവകേരള ബസ് കടന്നു പോകുന്നതിനിടയിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധം ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടന്ന മർദ്ദനം അത് നിയമവിരുദ്ധമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നൽകുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരുടെ കണ്ടെത്തൽ അതാണ് എന്നുള്ളതാണ്. പ്രാഥമികമായി ഈ ചെറുപ്പക്കാർ അടിയേറ്റ ചെറുപ്പക്കാർ പരാതി നൽകിയത് ആദ്യം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ അനിൽ കല്ലിയൂർ, സന്ദീപ്, മറ്റ് 2 പേർ, ഈ കണ്ടാലറിയുന്ന 2 പേർ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി യുവാക്കൾ സൗത്ത് പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിനകത്ത് ആദ്യഘട്ടത്തിൽ സൗത്ത് പോലീസ് കേസെടുത്തില്ലെന്ന് മാത്രമല്ല, കോടതിയുടെ ഇടപെടൽ പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുന്നതിനായി വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രാഥമികമായി ഒരു പരാതി നൽകിയ ഘട്ടത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അതിനകത്ത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഈ കേസിൽ ഗൺമാൻമാരുടെ അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റ AD തോമസിന്റെയും അജയ് ജുവൽ കുര്യാക്കോസിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ്. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ആലപ്പുഴ DYSP ആണ് പിന്നീട് ഈ കേസ് എഴുതി തള്ളുന്നതിനുള്ള റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അത്തരത്തിൽ നൽകിയ ആ റിപ്പോർട്ടിന്മേൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകർ അടക്കം മൊഴി നൽകിയ ആ മൊഴി നൽകിയിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നും ഒക്കെയുള്ള വിവരമാണ് നൽകിയിരുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കാനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരുവനന്തപുരത്ത് അയച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങൾ ഉണ്ട്. ഇന്ന് ആ മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല, തുടർ ദിവസങ്ങളിൽ അജയ് ജുവൽ കുര്യാക്കോസ് അടക്കമുള്ള AD തോമസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്നും വിശദാംശങ്ങൾ തേടും. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. അതായത് ഇന്നോ നാളെയോ അത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ്. പ്രാഥമികമായി ഈ ഗൺമാൻമാർക്കും അതുപോലെ തന്നെ കേസ് അന്വേഷണം ചട്ടവിരുദ്ധമായാണ് അവർ അത്തരത്തിലൊരു അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിട്ടതെന്നും അതോടൊപ്പം തന്നെ പ്രാഥമികമായി കേസ് അന്വേഷണം നടത്തിയ സൗത്ത് പോലീസ് സ്റ്റേഷനിലടക്കം ഇതിനകത്ത് ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിൽ അത്തരം ഭാഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി മുകളിൽ നിന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന അക്കാലത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഈ വിഷയങ്ങൾ, അതായത് ഇതിനകത്ത് ഈ സംഭവം ഇവരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ റിപ്പോർട്ട് ഉൾപ്പെടെ പൂഴ്ത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കി നൽകാതെ CPM സംസ്ഥാന നേതൃത്വം 2020 മരവിപ്പിച്ച അംഗത്വം പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് പലതവണ പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകി. ബിനീഷിന്റെ സമൂഹ മാധ്യമ ഇടപെടലുകൾ കൂടി പരിശോധിച്ചാണ് അംഗത്വം പുതുക്കി നൽകാത്തതെന്നും ഉടനൊന്നും അതുണ്ടാകില്ലെന്നും കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു. 2001 മുതൽ 2020 വരെ ബിനീഷ് കോടിയേരി CPMന്റെ അംഗമായിരുന്നു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി കാലത്ത് എത്തിയത് മുതൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ള DC ബ്രാഞ്ചിലായിരുന്നു ബിനീഷിന്റെ അംഗത്വം. 2020
മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ടതോടുകൂടിയാണ് പാർട്ടി അങ്ങനെ ബിനീഷിനെ ഒഴിവാക്കി. സാധാരണഗതിയിൽ ഒരാൾ കേസിൽപ്പെട്ടാൽ ഉടൻ CPM അംഗത്വം നിന്ന് ഒഴിവാക്കുന്നതല്ല. പക്ഷേ സംസ്ഥാന കമ്മിറ്റി നേരിട്ടിടപെട്ട് ബിനീഷിനെ ഒഴിവാക്കുകയായിരുന്നു. അതിനുശേഷം പലതവണ ആ കേസിൽ നിന്ന് ബിനീഷ് 2023 കുറ്റവിമുക്തനായി. എന്നിട്ടും പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വരണമെന്ന ബിനീഷിന്റെ അപേക്ഷ ഇതുവരെയും CPM നേതൃത്വം പരിഗണിച്ചിട്ടില്ല. 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ബിനീഷിനെ അംഗത്വം പുതുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. എന്നാൽ അതും തീരുമാനമെടുത്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അവസാനിച്ച CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. എന്തുകൊണ്ട് ബിനീഷ് കോടിയേരിയെ അകറ്റി നിർത്തുന്നു? എല്ലാ സഖാക്കളെയും ചേർത്ത് പോകണമെന്ന് പറയുമ്പോഴും ബിനീഷ് കോടിയേരിയെ പോലെയുള്ള ഒരാളെ എന്തുകൊണ്ട് അംഗത്വം നൽകാതെ മാറ്റി നിർത്തുന്ന ചോദ്യം അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചു. വലിയ വിമർശനം അതിൽ ഉയർന്നു വന്നു. അപ്പോൾ മറുപടി പറഞ്ഞത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുടൻ ബിനീഷ് കോടിയേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടില്ലേ, അതുകൂടി പരിഗണിച്ചു വേണം ഇത്തരം ആവശ്യവുമായി മുന്നോട്ട് വരാനെന്ന് ബിനീഷ് കോടിയേരി വിമർശിച്ചുകൊണ്ട് MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ മറുപടി നൽകി. ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴല്ലേ ഇട്ടത്, ഇതിനു മുമ്പ് എന്തുകൊണ്ട് എടുത്തില്ലെന്ന മറു ചോദ്യം വീണ്ടും ഗോവിന്ദന് നേരെ ഉണ്ടായി. പക്ഷേ അപ്പോഴും ഗോവിന്ദൻ മറുപടി പറഞ്ഞില്ല. ഏതായാലും ബിനീഷ് കോടിയേരിയെ മാറ്റി നിർത്തുന്നത് ബോധപൂർവമാണ്. കോടിയേരിയുടെ മരണശേഷം ആ കുടുംബത്തോട് CPM കടുത്ത അനീതി കാട്ടുന്നുവെന്ന വിമർശനം CPM കേന്ദ്രങ്ങളിൽ ശക്തമാണ്. കണ്ണൂരിലും ബിനീഷ് കോടിയേരിയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾക്കിടയിലും ആ വികാരം ശക്തമാണ്. ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നേതൃത്വത്തിനെതിരായ ഒരു ഒളിയമ്പായി ആ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വിലയിരുത്തപ്പെട്ടിരുന്നു. അതിലുള്ള അമർഷം കൂടിയാണ് ബിനീഷ് കോടിയേരി ഇങ്ങനെ മാറ്റി നിർത്താൻ കാരണം. ഏതായാലും MV ഗോവിന്ദന്റെ ജില്ലാ കമ്മിറ്റിയിലെ പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഉടനൊന്നും ബിനീഷിനെ അംഗത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധ്യതയില്ല. സംസ്ഥാന കമ്മിറ്റിയാണ് അംഗത്വം മരവിപ്പിച്ചത്. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഇതിന് തീരുമാനവും എടുക്കണം. ഏതായാലും ബിനീഷ് കോടിയേരിയെ അംഗത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി തന്നെ CPM കേന്ദ്രങ്ങളിൽ ഉയരുകയാണ്. PV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എറണാകുളം മലയിടം തുരുത്തിലെ പാരിയത്തുകാവിൽ ഭൂമി ഒഴിപ്പിക്കൽ നാളെ പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവ്. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയാണ് ഉത്തരവിറക്കിയത്. റൂറൽ SP അടക്കമുള്ളവർക്ക് കർശന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതേസമയം കോടതിയോട് സാവകാശം തേടാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയും DGPയും യോഗം ചേർന്നു. മന്ത്രി റോജി M. ജോണിനെ സമരക്കാരോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഒരു തരത്തിലും ഒഴിഞ്ഞു പോകാൻ നിൽക്കില്ല എന്നതാണ് ഈ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾക്ക് ഇന്നും അവിടെ സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് ഇതിൽ സർക്കാരിന്റെ നീക്കം? ഏതു തരത്തിലുള്ള ഇടപെടലാണ് സർക്കാർ ഇതിൽ നടത്തുന്നത്? രേണുക, മുൻ സർക്കാരായാലും ഈ സർക്കാരായാലും മുന്നോട്ട് വെക്കാനുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഭൂമി, അതായത് 19 ഏക്കർ മിച്ച ഭൂമി അത് അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സർവേ നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ നേരത്തെ തവണയും 14 തവണ ഈ എവിക്ഷൻ നടപടികളുമായി ഇവർ മുന്നോട്ട് വന്നപ്പോഴും സർക്കാർ ആ ഒരു സാവകാശമായിരുന്നു തേടിയത്. പക്ഷേ നാളെ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കൽ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണം എന്ന് പെരുമ്പാവൂർ കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ നാളെ അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തുകയും അഭിഭാഷക കമ്മീഷൻ ആമീനും ഇവിടെ എത്തുകയും തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അതേസമയം തന്നെ കോടതിയോട് ഈ വിഷയത്തിൽ അല്പം സാവകാശം ചോദിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഉള്ളത്. ആഭ്യന്തരമന്ത്രിയും DGPയും അതുപോലെ ചീഫ് സെക്രട്ടറിയും ഇതുമായി സംബന്ധിച്ച് യോഗം ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് കോടതി അനുവദിച്ചാൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ സുപ്രീം കോടതി വിധിയാണ് നിലവിലുള്ളത്. അതായത് ഹൈക്കോടതി വിധിയാണ് ഈ ശങ്കരൻ നായർ എന്ന് പറയുന്ന പരാതിക്കാരന് അനുകൂലമായി ഹൈക്കോടതിയുടെ വിധിയാണ്. അതേസമയം ആ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആ ഹർജി തള്ളുന്ന സാഹചര്യമായിരുന്നു. നിലവിൽ സുപ്രീം കോടതിയുടെ നിലപാട് അതുതന്നെയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് നാളെ ഇവിടെ അഭിഭാഷക കമ്മീഷൻ എത്തുകയും ഇത്തരം നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയായിരിക്കാം ഒരുപക്ഷെ സർക്കാർ കോടതിയുടെ മുൻപാകെ എത്തുക. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 14 തവണയും ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടെത്തിയപ്പോൾ കാണാത്ത തരത്തിലുള്ള പോലീസ് സമരക്കാരുടെ മേൽ സമരക്കാരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായത്. 50-ലധികം പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കുന്നതും നിരവധി പേർ ആശുപത്രിയിലാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് മർദ്ദനമുറ നമ്മൾ കണ്ടതാണ്. അത് പുതിയ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 19 ഏക്കർ മിച്ചഭൂമി അത് പെരിയാർ വാലിക്കുള്ള അതിനുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. ഈ മിച്ചഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് 19 ഏക്കർ ഭൂമി ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവരുടെ
കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ, അതായത് റവന്യൂ അവകാശം സ്ഥാപിക്കാനുള്ള പട്ടയമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും എഴുതി കൊടുത്ത ഡീഡോ തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലാരും, അതായത് ഈ പരാതിക്കാരനായ ശങ്കരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടില്ല, റവന്യൂ വകുപ്പിനെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മിച്ചഭൂമി അളവ് തിട്ടപ്പെടുത്തുന്നതിലൂടെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാകും. അതായത് കോടതിയുടെ മുൻപിലുള്ളത് 2.65 ഏക്കർ ഭൂമിയുടെ കണക്കാണ്. അത് ഈ മിച്ചഭൂമിയിൽ പെടുന്നതാണ്. ആ മിച്ചഭൂമിയിൽ പെടുന്ന മിച്ചഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നുള്ള കണക്കുകൂട്ടലാണ് സർക്കാരുള്ളത്. കാരണം സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ വിധി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് മുൻസിഫ് കോർട്ടിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് അഭിഭാഷക കമ്മീഷൻ ഇടപെട്ട് നടത്തുന്നത്. അതേസമയം അഭിഭാഷക കമ്മീഷൻ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ലാൻഡ് മാഫിയയെ സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് ഇറങ്ങുന്നതെന്നാണ് മുൻ MLA പി ശ്രീനിജൻ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. അങ്ങനെയാണ് എന്തായാലും അഭിഭാഷക കമ്മീഷൻ സി ജയപാലൻ അദ്ദേഹവും സംഘവും നാളെ ഇവിടെ എത്തുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും 25-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതി സമർപ്പിക്കേണ്ടത്. ഇതിനിടയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്താൽ മാത്രമേ ഈ കുടുംബങ്ങൾക്ക് ആശ്വാസകരമായ എന്തായാലും സർക്കാർ ഇടപെടലിൽ ആശ്വാസം കണ്ടെത്തുകയും കോടതി നടപടികൾ എന്താകുമെന്ന് ഉറ്റുനോക്കുകയുമാണ് അവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിർമ്മാണം നടക്കുന്ന കൊച്ചി മെട്രോ പില്ലറിന് മുകളിൽ നിന്ന് ഇരുമ്പ് കമ്പി താഴെ പതിച്ച് പെൺകുട്ടിക്ക് പരിക്ക്. കാറിൽ സഞ്ചരിച്ച പെൺകുട്ടിക്ക് കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. കാറിന്റെ ചില്ലും തകർന്നു. അപകടം വാർത്തയായതിനു പിന്നാലെ ഇടപെട്ട് കൊച്ചി മെട്രോ റെയിൽ MD ലോക്നാഥ് ബെഹ്റ. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഗോപികയും സുഹൃത്തും സഞ്ചരിച്ച കാറിന്റെ മുകളിൽ കൂടി ഇരുമ്പ് കമ്പി വീണത്. അത് നമുക്കറിയാം, കാക്കനാട് മെട്രോ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അതിന്റെ പണിയുടെ ഭാഗമായിട്ടുള്ള കമ്പി, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, പണി പുരോഗമിക്കുന്നത്. അതിലെ കമ്പികൾ ഫിക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കമ്പിയാണ് അപകടകരമായ നിലയിൽ ഈ കാറിലേക്ക് വന്ന് പതിക്കുകയും കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തുളച്ച് അത് ഫ്രണ്ട് സീറ്റിലിരുന്ന ഗോപികയുടെ കയ്യിലും തൊടയിലുമായി പതിക്കുന്ന സാഹചര്യമുണ്ടായത്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായതെന്നാണ് ഗോപിക പറഞ്ഞു വെക്കുന്നത്. നമ്മള് പാടിവട്ടം കപ്പേളയുടെ ഓപ്പോസിറ്റ് പില്ലറിൽ നിന്നാണ് ഈ കമ്പി തുളഞ്ഞു കയറി വന്നത്. അപ്പൊ എന്റെ കൈക്കൊരു ചതവും തൊടയുടെ ഭാഗത്തൊരു മുറിവായിട്ടുണ്ട്. അന്ന് സംഭവിച്ചത് പെട്ടെന്ന് പാനിക്കായി പോയി, എന്താ ഉണ്ടായെന്ന് അറിയാണ്ട്. നമ്മള് ഇറങ്ങി നോക്കിയപ്പോ മേലെ ഒരാൾ നിക്കണ കണ്ടു, ഒരു വർക്കർ. ഇത് അപകടം നടന്ന ശേഷം അവിടെ നിന്ന് ആരെങ്കിലും ഓടി വന്നിട്ടുണ്ടായിരുന്നു? ഈ മെട്രോയിന്റെ റോഡില് കുറെ ആൾക്കാരുണ്ടായിരുന്നു, അവര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയ ചെയ്ത് എറണാകുളം മെഡിക്കൽ സെന്ററിൽ. പിന്നെ പോലീസിന്, പാലാരിവട്ടം പോലീസിന് പരാതി നൽകി. ഈ മെട്രോയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം കിട്ടി? ഇന്ന് രാവിലെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ലോക്നാഥ് ബെഹ്റ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട നടപടി സ്വീകരിക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഹൈബീഡൻ സാറിനും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമാ തോമസ് MLA വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉടനെ തന്നെ ഗോപിക പാലാരിവട്ടം പോലീസിന് പരാതി നൽകി. ആദ്യം ഈ പാലാരിവട്ടം പോലീസ് ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ വിളിപ്പിച്ചു. പക്ഷെ അവരുടെ പ്രതികരണം വളരെ മോശമായ രീതിയിലായിരുന്നു എന്നാണ് ഗോപിക പറഞ്ഞു വെക്കുന്നത്. കാരണം ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാത്ത രീതിയിലേക്കായിരുന്നു അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഗോപിക സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു പോസ്റ്റ് ഇടുകയും പിന്നീട് അത് മാധ്യമങ്ങളിലൂടെ വാർത്തയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് മെട്രോ MD ലോക്നാഥ് ബെഹ്റ വിളിച്ചു. ഹൈബീഡൻ MP ഗോപികയുമായി വിളിച്ച് ഇതിൽ ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുകയായിരുന്നു. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. അപകടകരമായ നിലയിലാണ് ഈ കമ്പികൾ നിൽക്കുന്നത്. പക്ഷേ പണിയുടെ ഭാഗമായി തന്നെയാണ്. എങ്കിൽ പോലും ഇങ്ങനെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കമ്പികൾ പതിക്കുകയാണെങ്കിൽ അത് ഈ വഴി പോകുന്ന യാത്രക്കാരുടെ മേൽ പതിച്ച് അവർക്ക് വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുടെ വളരെ ഗുരുതരമായിട്ടുള്ള അപകടം സംഭവിക്കുന്ന തരത്തിൽ തന്നെയാണ് പണികൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇതിൽ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് മെട്രോയും ഇക്കാര്യത്തെ വീക്ഷിക്കുന്നത്. കാരണം ഇനി ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകാത്ത രീതിയിലേക്ക് പണികൾ നടത്തുവാനുള്ളൊരു കാര്യങ്ങളിലേക്കായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകാനായിരിക്കും മെട്രോ നീങ്ങുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കാക്കനാട് ഭാഗത്തുകൂടി ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പോകുന്നത്. അവർക്കൊക്കെ അപകടകരമാകുന്ന നിലയിലേക്ക് പോലും ഈ ഒരു പണി പുരോഗമിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം ശരിയാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മന്ത്രിക്കും സർക്കാരിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. രോഗികളുടെ പരാതി ഒഴിവാക്കാനാണ് ശ്രമിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല.
മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്ന വകുപ്പ് കൂടിയാണ്. അതിനെതിരായ വികാരം കൂടിയാണ് ഈ ഫലം എന്ന് പറയുന്നത്. ചലഞ്ചായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിന് 105 സീറ്റ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 102 സീറ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ച്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ സിസ്റ്റം ശരിയാക്കും. സിസ്റ്റം ശരിയാക്കണം. കാരണം സിസ്റ്റം ശരിയാക്കാനാണല്ലോ ഗവൺമെൻറ്. സിസ്റ്റം ശരിയല്ല നമ്മൾ പറയുമ്പോൾ ആ സിസ്റ്റം ശരിയാക്കേണ്ടതാരാ? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പിനെ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞ് വെന്റിലേറ്ററിലാണെന്ന്, ഞാൻ പറഞ്ഞു മോർച്ചറിയിലാണെന്ന്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ആക്ഷേപങ്ങളില്ലാതിരിക്കുക. വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളെ അല്ല ഞങ്ങൾ കാര്യമാക്കുന്നത്. എന്നാൽ പോരായ്മകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലെടുക്കും. ഈ വകുപ്പ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാകുന്നു. വലിയ രീതിയിലുള്ള ഒരു സ്ക്രൂട്ടണി ഇതിൽ നടക്കുമെന്ന കാര്യം കൃത്യമാണല്ലോ ഈ 5 വർഷവും. തീർച്ചയായിട്ടും. കാരണം രോഗികൾക്ക് പരാതി ഉണ്ടാവരുത് ആരോഗ്യവകുപ്പിനെ കുറിച്ച്. അതാണ് ഞങ്ങൾ ആ പരാതികൾ ഒഴിവാക്കി ഭംഗിയായി വകുപ്പ് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ദേവസ്വം വകുപ്പിന്റെ കാര്യം കൂടി എടുത്താൽ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു. SITയിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ SIT പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായി മന്ത്രിയുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഗവൺമെൻറ് മാറിയ സാഹചര്യത്തിൽ ഞങ്ങളാരും അത് അന്വേഷണത്തിൽ ഇടപെടില്ല. പക്ഷേ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. ജാതിപ്പേര് വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് കനത്ത പ്രതിരോധം തീർത്തും കെ മുരളീധരൻ. കല്ലെറിയുന്നവർ വഷളാകുമെന്ന് മുരളീധരൻ പറഞ്ഞു. സതീശൻ ഹൈക്കമാൻഡ് അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ്. സതീശനെതിരെ കോൺഗ്രസിൽ നടക്കുന്ന ഒരു നീക്കവും വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ തന്നെ കുറിച്ച് പറഞ്ഞാൽ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് CM പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ ജാതിപ്പേര് അതെന്തിനാണ് വിവാദത്തിന്റെ ആവശ്യം? കോൺഗ്രസിൽ നിന്നുള്ള ശരിയല്ല. അതൊന്നും അതൊക്കെ വെറുതെ ചീപ്പ് പോപ്പുലാരിറ്റി നടത്തരുത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അതല്ലേ പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അങ്ങനെയാണ്. അത് ജാതിയാണോ? അദ്ദേഹത്തിന്റെ സമുദായം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഇത്ര അസ്വസ്ഥത ആവശ്യം എന്താ? വി ഡി സതീശൻ എന്ന് പറയണോ അതോ ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ഇപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയുന്നു കരുണാകരൻ മുരളീധരൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ്റെ പേര് ദുരുപയോഗപ്പെടുത്തിയെന്ന് വരെ പറയും ഈ കൂട്ടർ. ഇതൊക്കെ ശരിയായിട്ടുള്ള നടപടിയല്ല. അതൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് മൗലികാവകാശം. പക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണല്ലോ അത്തരം വിമർശനങ്ങൾ. ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല. വി ഡി സതീശനെതിരായ ഒരു നീക്കമാണോ? അതൊന്നും വിലപ്പോവില്ല. കാരണം ജനങ്ങൾ അംഗീകരിച്ച ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പേരിൽ കല്ലെറിയാൻ നോക്കിയാൽ ഒരു പിന്തുണയും സമൂഹത്തിൽ ഒരു ഭാഗത്തുനിന്നും കിട്ടില്ല. പറയുന്നൊരു വഷളാവുന്നു മാത്രമേ ഉള്ളൂ. പാർട്ടി വിട്ടുപോയ ആളാണ്, തിരിച്ചു വരുന്നു, പാർട്ടിക്കൊപ്പം നിൽക്കുന്നു, എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ആരായുന്നത് KMന്റെ നിലപാടും KMന്റെ അഭിപ്രായവുമാണ്. അത് ഈ കേരളം ആര് ഭരിക്കണം എന്നതിൽ വളരെ നിർണായകമായി. പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ പരിഗണനയിൽ പൂർണ്ണ തൃപ്തനാണ്. ഞാനിപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ പരിഗണനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുന്നു. അപ്പോൾ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ആ വകുപ്പുകളൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ആ വകുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇനി ഭംഗിയായി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയാണ്. VDSുമായി അത്രയും വലിയൊരു തീർച്ചയായും നല്ല ബന്ധത്തിൽ പോകണം. മന്ത്രിമാരും നല്ല ബന്ധത്തിൽ പോകണം. എങ്കിലേ ടീം UDF വിജയിക്കാൻ കഴിയും. ഇനി പാർട്ടി വെല്ലുവിളി ഏറ്റെടുക്കാനില്ലെന്നും കെ മുരളീധരൻ. ഇനി വട്ടിയൂർക്കാവ് വിട്ടുപോകില്ല. വട്ടിയൂർക്കാവ് മാത്രമായിരിക്കും തന്റെ നിയമസഭാ മണ്ഡലം. തൃശൂരിൽ 3ാം സ്ഥാനത്ത് പോയത് വലിയ മാനസിക ആഘാതമായി. വട്ടിയൂർക്കാവ് MLA എന്ന് പറയുന്ന സന്തോഷം മറ്റൊന്നിനുമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പലയിടങ്ങളിലും പാർട്ടി പറഞ്ഞ ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർ തോൽവി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു, സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു. തീർച്ചയായിട്ടും 3ാം സ്ഥാനത്ത് പോയ തെരഞ്ഞെടുപ്പ് നേമത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നേമത്ത് ഒരുപാട് വോട്ട് വർദ്ധിപ്പിച്ചു. ഇത്തവണയും ആ വർദ്ധിപ്പിച്ച വോട്ട് കിട്ടിയിട്ടില്ല. ഈ ട്രെൻഡിൽ പോയി അത് വർദ്ധിപ്പിച്ചു. പക്ഷേ തൃശ്ശൂരെ തോൽവി വല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു ആഘാതം ഉണ്ടാക്കി. പക്ഷേ
ഒരു കണക്കിന് പറയുമല്ലോ, ദൈവം എല്ലാം നല്ലതിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മന്ത്രിയാവാനും നിയമസഭയിൽ വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വരാനും കഴിഞ്ഞു. അപ്പോൾ മന്ത്രിയായതിനേക്കാൾ എനിക്ക് സന്തോഷം ഞാൻ വട്ടിയൂർക്കാവിൻ്റെ MLA എന്ന് പറയുമ്പോഴുള്ള സന്തോഷം എനിക്ക് മറ്റൊരു സ്ഥാനത്തിനോടുമില്ല. വട്ടിയൂർക്കാവില് ഈ കടുത്ത മത്സരമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി ജയിക്കുകയും താൻ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മണ്ണ് എന്നെ ചതിക്കില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് രക്ഷ നൽകിയത്. സേഫ് ആയിട്ട് എവിടെയെങ്കിലും മത്സരിച്ച് ജയിക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, കാരണം ഞാനല്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് പൊതുവായിട്ട് ധാരണയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റാരും മോശക്കാരായിട്ടല്ല. ഇവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട്. ഇതൊരു നഗരമേഖലയാണ്, അതോടൊപ്പം ഗ്രാമമേഖല കൂടിയാണ്. പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് 8 വർഷം അതുണ്ടായിരുന്നു. ഇപ്പോൾ 7 വർഷം എനിക്ക് ശേഷം വന്ന MLAക്കും കുറേയൊക്കെ ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷം ഇവിടെ പല പൊതുവേദിയിലും പോകുമ്പോൾ അല്ലെങ്കിൽ മരണ വീടുകളിൽ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞത്, സാർ ഇനി ഇവിടെ വിട്ടു പോകരുത്, ഇനി സാർ ഇവിടെ നിൽക്കണം, മറ്റ് സ്ഥലങ്ങളിൽ ഭാഗ്യം അന്വേഷിച്ച് പോകരുത്. അതുകൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിലെനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഇതിപ്പോൾ ഇനി പാർട്ടിയാകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇനിയും പോകുമായിരിക്കുമല്ലോ. ഇനി ഒരു വെല്ലുവിളി ഇതുപോലെ പാർട്ടി ഏൽപ്പിച്ചാൽ ഒരു കാരണവശാൽ 5 വർഷം അല്ല, ഇനി ഞാൻ വട്ടിയൂർക്കാവ് വിട്ടു പോകുന്ന പ്രശ്നമില്ല. 5 വർഷം കഴിഞ്ഞും വിടില്ല, കഴിഞ്ഞിട്ടുമില്ല. ഇനി അസംബ്ലി എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് തന്നെയാണ്. ഇനി വേറൊരു പരീക്ഷണത്തിന് ഞാനില്ല. വട്ടിയൂർക്കാവിനെ ഇനി വിട്ടുപോകില്ല, ചതിക്കില്ല. ഇത് ചതിക്കലല്ല, പാർട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും ഇങ്ങനെ ചതി എന്നൊരു പേര് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കില്ല. ഈ ഗ്യാപ്പ് ഏതെങ്കിലും തരത്തിൽ ആളുകളുമായി ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ടോ? അതോ പ്രചരണം തുടങ്ങുമ്പോൾ? അല്ല, അകൽച്ച അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റിൽ 5400 വോട്ട് കഴിഞ്ഞ ചില്ലറ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ മണ്ഡലം മാത്രമല്ല, മിനിസ്റ്ററാണ്, 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ നേരത്തെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും എങ്ങനെയായിരിക്കും മണ്ഡലത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം? മണ്ഡലത്തിൽ എന്തായാലും 1-2 മണിക്കൂറുണ്ടല്ലോ. ഞാൻ ഈ എല്ലാ മരണ വീടുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ആ സമയത്ത് ചില സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസം ഉള്ള ഒരു 1-2 മണിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മാറ്റിവെക്കും. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ ഇന്നലെ അറസ്റ്റിലായ ബിലാൽ മുഖ്യപ്രതി എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ഇന്നലെ അറസ്റ്റിലായ ബിലാല ഈ സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതിയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നിരവധി പെൺകുട്ടികളെയാണ് ബിലാല് വിദേശത്തേക്ക് എത്തിക്കുകയും ഈ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നത്. ഒരാളിൽ നിന്നും ഒരു ഡീല് നടക്കുമ്പോൾ ബിലാലിന് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ കമ്മീഷനായി ലഭിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ മോഡലിംഗിന് താല്പര്യമുള്ള പെൺകുട്ടികളെ ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടുപിടിക്കുകയും പിന്നീട് അവർക്ക് ഇത്തരത്തിലുള്ള വാഗ്ദാനം നൽകി ദുബായിലടക്കം കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി അവരെ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കുകയും അവരെ ഇത്തരത്തിൽ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ഇനിയിപ്പോൾ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ സിന്ധുവിനെ അടക്കം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പിടിയിലായ അലീനയുടെ ആൺ സുഹൃത്തായ ഔറംഗസീബിനെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഔറംഗസീബിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്നും ഔറംഗസീബിന്റെ അക്കൗണ്ടിലേക്ക് പണമിടപാട് നടത്തിയതായും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഔറംഗസീബിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പങ്കുണ്ടെന്ന സംശയത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഒപ്പം ഈ അന്വേഷണം ദുബായിലേക്കും വ്യാപിപ്പിക്കും. മലയാളികൾ അടക്കമുള്ള ചിലർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ ദുബായിലാണ് താമസിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം ദുബായിലേക്കും വ്യാപിപ്പിക്കും. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുകൂടി കമ്മീഷണർ വ്യക്തമാക്കുന്നു. നമുക്ക് ഈ അന്വേഷണം തെളിവുകൾ അടിസ്ഥാനത്തിൽ പോകണം. ഒന്ന്, നമുക്ക് നിങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയിലെ 2 പോസ്റ്റ് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ നോണാണ് എല്ലാവർക്കും, ഇവിടെ പല കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇതിൽ അന്വേഷണത്തോടെ ഭാഗമായിട്ട് എന്തൊക്കെ തെളിവ് വരുന്നുണ്ടോ, എന്തൊക്കെ അഫൻസ് പറഞ്ഞെങ്കിൽ അത് മുൻകൂട്ടി പോകും.
ഇനി ഈ ബിലാലിനെ അടക്കം കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ 4 പേരെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കൊറ്റയ്ക്കായും ചോദ്യം ചെയ്യും. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഇവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ ഇതെല്ലാം വിശദമായി പരിശോധിച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി കണ്ടെത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കൂടുതൽ പരാതിക്കാർ ഉണ്ടെന്നുകൂടിയാണ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഴ കനക്കും. ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയെന്നാണ് മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ തുടരും. വിഷു ബമ്പർ ഭാഗ്യശാലി ആരെന്ന് നാളെ അറിയാം. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനക്കാരനെ കാത്തിരിക്കുന്നത്. ആകെ അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളിൽ 44.5 ലക്ഷം ടിക്കറ്റുകളും ഇതിനോടകം വിറ്റഴിഞ്ഞതായാണ് ലോട്ടറി വകുപ്പിന്റെ കണക്ക്. കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന വിഷു ബമ്പർ നറുക്കെടുപ്പിന്റെ ഭാഗ്യശാലി ആരാണ് എന്നറിയാൻ ഇനി ഒരു ദിവസത്തിന്റെ മാത്രം കാത്തിരിപ്പാണ് ബാക്കിയുള്ളത്. നാളെ ഉച്ചയ്ക്കാണ് തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിൽ വെച്ച് വിഷു ബമ്പർ നറുക്കെടുപ്പ് നടക്കുക. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ വലിയ തരത്തിലുള്ള ടിക്കറ്റ് വിൽപ്പന ഈ വർഷം നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ വർഷം ഏതാണ്ട് 42,87,350 ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റതെങ്കിൽ ഇത്തവണ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ 44,61,670 ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം ആകെ 45 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. അതിലാണ് ഇത്തരത്തിൽ വലിയൊരു സംഖ്യ, അതായത് ഏതാണ്ട് 90% മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം ടിക്കറ്റുകളുടെ വിൽപ്പന നടന്നിരിക്കുന്നത്. ഏതാണ്ട് 11,55,210 ടിക്കറ്റുകൾ ഇതിനോടകം പാലക്കാട് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കണക്കുകൾ. അത്തരത്തിൽ മുൻ വർഷങ്ങളിലേതിന് സമാനമായി ഒരു ജനകീയമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ ടിക്കറ്റ് വിൽപ്പന. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയധികം വലിയൊരു സ്വീകാര്യത ലഭിച്ചതും. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലെ ലോട്ടറി ഷോപ്പുകൾക്ക് മുമ്പിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? 2 ദിവസമല്ലേ ഉള്ളൂ, കച്ചവടമുണ്ട്. ആണോ? കഴിഞ്ഞ വർഷത്തേനേക്കാളും നല്ല കൂടുതലുണ്ട്. ഈ 300 രൂപയാണെന്നുള്ളതുകൊണ്ടാണ് അല്ലേ ഇച്ചിരി കൂടെ ആൾക്കാർ എടുക്കാനൊരു താല്പര്യം കാണിക്കുന്നത്? കാരണം എമൗണ്ട് കൂടുതലാണല്ലോ, 12 കോടിയല്ലേ. അതുമല്ല, ടിക്കറ്റ് നിരക്ക് 300 അല്ലേ ഉള്ളൂ, അത് 300 ഉള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കൺവീനിയൻസ് ആണല്ലേ. കഴിഞ്ഞ വർഷത്തേനേക്കാളും ടിക്കറ്റ് വിറ്റുപോയി ഇത്തവണ. വിറ്റുപോയിട്ടുണ്ട്. അപ്പൊ ഇനി എത്രയുണ്ട് മിച്ചം? ഇത്രയും കൂടെ ഉള്ളോ? ഹോൾസെയിലാണ്. ഹോൾസെയിലാകുമ്പോൾ അകത്ത് ഒരുപാട് ഉണ്ട്. അത് അവസാന മണിക്കൂറുകളിലായിരിക്കും. നാളെ കൊണ്ടേ പൂർത്തിയാവും. ശരി. അപ്പോൾ അത്തരത്തിലാണ് തൊട്ടടുത്തടുത്തടുത്ത് നമ്മുടെ പലഹാര കടകൾ പോലെ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത്. അതിനടുത്ത് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ ഈ വിഷു ബമ്പർ ലോട്ടറി എടുക്കാൻ ഇവിടേക്ക് എത്തുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എങ്ങനെയാ, നമ്മുടെ നാട്ടിലുള്ളവരാണോ കൂടുതൽ എടുക്കുന്നത് ഇത്തവണ? അല്ല, കൂടുതൽ വരുന്ന തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇത്തവണ അങ്ങനെയാണ്. പോണ്ടിച്ചേരി, കർണാടക, തെലങ്കാന, എല്ലായിടത്തും വരുന്നുണ്ട്. അമ്പലത്തിൽ വരുന്നൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം വന്ന് അമ്പലത്തിൽ തൊഴിൽ പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ഭാഗ്യം കടാക്ഷിക്കാനായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നവരെ 12 കോടി എന്നുള്ള ഒരു ഇതിനാണ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും വിൽപ്പനയുണ്ട്. നല്ല വിൽപ്പന. കഴിഞ്ഞ വർഷം എന്താണ് ഇത്തവണ ഒരു പോസിറ്റീവായി മാറിയത്? ഈ 300 രൂപയായിരുന്നോ കഴിഞ്ഞ വർഷം? അല്ല, അതിലല്ല, മറ്റേ ഇതിന് തൊട്ടുമുമ്പുള്ള ബമ്പറിലെ പ്രൈസ് കുറവായിരുന്നു. അത് ഭയങ്കര മോശം കച്ചവടമായിരുന്നു. പക്ഷെ അതിപ്പോ ഇതിലിപ്പോ പ്രൈസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഒന്നാം സമ്മാനത്തിന് പുറമെ മറ്റ് നിരവധി സമ്മാനങ്ങൾ കൂടുതലുണ്ട്. ചെറിയ സമ്മാനങ്ങൾ കൂടുതലുണ്ട്, ആൾക്കാർ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. കൈനഷ്ടം കൂടുതലായിട്ട് വരത്തില്ല എന്നുള്ളതിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കുകളും ഒന്ന് ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അതായത് ഈ ഒന്നാം സമ്മാനമായി 12 കോടി രൂപ, അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം അതേ അക്കം വരുന്ന മറ്റ് 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപയുടെ സമാശ്വാസ സമ്മാനമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. രണ്ടാം സമ്മാനമായിട്ട് 1 കോടി രൂപ വീതം 6 പരമ്പരകൾക്ക്, മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്ക്, നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും കൗതുകം വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ 5000, 2000, 1000, 500, 300 വീതം രൂപ സമ്മാനങ്ങളും വിഷു ബമ്പർ ഭാഗ്യക്കുറിയിലൂടെ ലഭിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഒരു കാര്യം കൂടി നമ്മുടെ ചേട്ടന് പറയാനുണ്ട്. എന്താണ്? മറ്റൊന്നുമല്ല, ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ സമ്മാനഘടന മാറ്റും, ഏജന്റുമാരെ കമ്മീഷൻ മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇത് എടുക്കുന്നത് കൂടുതലായിട്ട്. കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഇപ്പോൾ കുറേ കാലമായിട്ട് ടിക്കറ്റ് സെയിൽസ് വളരെ കുറവാണ്. നമുക്ക് പൊതുവെ എല്ലാവരുടെ കൈവശവും ടിക്കറ്റ് ബാലൻസ് ആണ്.
പ്രൈസ് കുറവാണ്. അത് ഈ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പൊതുവിശ്വാസമാണ്. വി ഡി സതീശൻ സർക്കാർ ലോട്ടറിക്ക്, അതായത് സർക്കാരിൻ്റെ മെയിൻ വരുമാന മാർഗം ലോട്ടറിയാണ്. ആ ലോട്ടറിക്ക് വേണ്ടി നല്ല കാര്യം, അതായത് സമ്മാന ഘടന പരിഷ്കരിക്കുമെന്നും നികുതി ഘടനയിൽ മാറ്റം, നികുതി ഘടന മാറ്റം അത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ എടുക്കുന്ന ആൾക്ക് സമ്മാനം കിട്ടുക കുറവാണ്, വളരെ കുറവാണ്, വളരെ തുച്ഛമായിട്ട് ഇതാണ്. അതായത് ഒരു തവണ കൂടി അവർ വന്നില്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടേണ്ട ആവശ്യം. നാശത്തിൻ്റെ പക്കി നിൽക്കുകയാണ് ലോട്ടറി കച്ചവടം. കാര്യം സമ്മാനം ഇല്ലാത്തതുകൊണ്ട് പബ്ലിക് എടുക്കുന്നില്ല ടിക്കറ്റ്. 2 ടിക്കറ്റ് എടുക്കുന്ന ആൾ 1, 10 എടുക്കുന്നവർ 5, അങ്ങനെയാണ് പോകുന്നത്. ഇത് ഇവിടെ തൊട്ട് എവിടെ വന്ന് ചോദിച്ചാലും അവർ ഇതേ പറയത്തുള്ളൂ. പക്ഷെ ആരും ഇതിനെപ്പറ്റി ചോദിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലാണ്, അതായത് പുതിയ സർക്കാർ വരുമ്പോൾ ലോട്ടറി വിൽപ്പന ഏജന്റുമാർക്ക് ആശങ്കകളും പ്രതീക്ഷകളുമുണ്ട്. ആ പ്രതീക്ഷകൾ കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. അതായത് ലോട്ടറിയുടെ നികുതി ഘടനയിൽ മാറ്റം വരുത്തുന്നതിനൊപ്പം ഏജന്റുമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടിയാൽ മാത്രമേ അത് കൂടുതൽ ജനപ്രിയമായി മാറുകയുള്ളൂ എന്ന അഭിപ്രായം കൂടി അവർ പങ്കുവെക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാം. വിഷു ബമ്പർ ഭാഗ്യശാലി 1-ാം നമ്പർ സമ്മാനം 12 കോടി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ താഴോട്ടങ്ങ് നിരവധി സമ്മാനങ്ങളുണ്ട്. ആ ഭാഗ്യശാലികൾ ആരൊക്കെയാകും? 300 രൂപ മുടക്കി ആ വലിയൊരു ബമ്പർ സമ്മാനം അടിക്കാൻ പോകുന്ന ഭാഗ്യശാലി ആരാണ് എന്നറിയാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കാം. എന്തായാലും ടിക്കറ്റുകൾ എടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നാളെ ഉച്ചയ്ക്ക് ഗോർഖി ഭവനിൽ വെച്ച് നടക്കുന്ന ലോട്ടറി വിഷു ബമ്പർ നറുക്കെടുപ്പിന് വേണ്ടി ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഭാഗ്യശാലിയെ അറിയാൻ നാളെ വരെ കാത്തിരിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. സൗദിയിൽ ഔദ്യോഗികമായി പെരുന്നാൾ അവധികളിലേക്ക് കടന്നതോടെ മോചനം നീളാനാണ് സാധ്യത. ജയിലിൽ നിന്നും വിടുതൽ രേഖകൾ ലഭിച്ച ശേഷം എക്സിറ്റ് വിസ ലഭിച്ചാലേ റഹീമിന് സൗദി വിടാനാകൂ. മോചനത്തിന് വേണ്ട ശ്രമങ്ങൾ തുടരുകയാണെന്നും വൈകാതെ അബ്ദുൾ റഹീമിന്റെ നാട്ടിലെത്തിക്കാനാണ് ശ്രമമെന്നും റിയാദിലെ റഹീം നിയമസഹായ സമിതി അറിയിച്ചു. 2006 നവംബറിലാണ് കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. 2012 വധശിക്ഷ വിധിച്ചു. 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ദയാധനം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. പൊതു നിയമപ്രകാരം തടവ് ശിക്ഷ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 20 വർഷത്തെ തടവ് ശിക്ഷ അവസാനിച്ചത്. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. ചികിത്സയിലുള്ള അമ്മയെ കാണാൻ 2 ദിവസത്തേക്കാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ജൂൺ 1 മുതൽ 3 വരെയാണ് ജാമ്യം. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഖാലിദ് ജയിലിലാണ്. 15 ദിവസത്തേക്ക് താൽക്കാലിക ജാമ്യം ആവശ്യപ്പെട്ട് ഉമർ ഖാലിദ് വിചാരണ കോടതിയെ സമീപിച്ചെങ്കിലും അനുവദിച്ചിരുന്നില്ല. പുതിയ അധ്യയന വർഷം വിദ്യാർത്ഥികൾക്കായി കോളേജ് 2.0 എന്ന പഠന പദ്ധതി അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ബിരുദ പഠനത്തിനൊപ്പം പ്രായോഗിക അറിവും ഇൻഡസ്ട്രി എക്സ്പോഷറും വിദ്യാർത്ഥികൾക്ക് ഒരുപോലെ നൽകുന്ന പാഠ്യപദ്ധതിയാണ് ഇത്. കൊമേഴ്സ് പഠന രംഗത്ത് 16 വർഷത്തെ പരിചയസമ്പത്തുള്ള ലക്ഷ്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പരമ്പരാഗത രീതികളെ അടിമുടി പരിഷ്കരിച്ചുകൊണ്ട് ആധുനിക കാലത്തിന്റെ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് അർബൻ ക്യാമ്പസ് അഥവാ കോളേജ് 2.0. കൃത്യമായ സ്റ്റഡി പ്ലാനുകൾ, പ്രതിദിന നിരീക്ഷണം, വാരാന്ത്യ പരീക്ഷകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് എന്നിവയിലൂടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് മികച്ചതാക്കുക എന്നതാണ് ലക്ഷ്യയുടെ പ്രധാന ലക്ഷ്യം. ഒരു ട്രഡീഷണൽ കോളേജ് എന്നുള്ള കൺസെപ്റ്റ് മാറി കോളേജ് 2.0 മോഡേൺ അർബൻ ക്യാമ്പസ്, അതാണ് നമ്മളിപ്പോൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം 3 വർഷം കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 21-22 വയസ്സാവുന്ന സമയത്തേക്ക് കുട്ടികൾക്ക് ജോബിന് കയറണം. സോ ഇൻഡസ്ട്രി കണക്റ്റഡ് ആയിട്ടുള്ള ജോബ് റെഡി ആയിട്ടുള്ള കോഴ്സസ് ആണ് ലക്ഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രവർത്തനം ആരംഭിച്ചത് മുതൽ 450-ലധികം റാങ്കുകൾ നേടിയെടുത്ത ലക്ഷ്യ കഴിഞ്ഞ വർഷം മാത്രം 50-ലേറെ റാങ്കുകളാണ് സ്വന്തമാക്കിയത്. ചുരുങ്ങിയ വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കി ജോലി നേടുക എന്ന രീതിയാണ് കോളേജ് 2.0 മുന്നോട്ട് വെക്കുന്നത്. മികച്ച അക്കാദമിക് ഘടനയും കൃത്യമായ നിരീക്ഷണവുമാണ് ലക്ഷ്യയുടെ വിജയ രഹസ്യം. എനിക്ക് എൻ്റെ ഫാക്കൽറ്റീസ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട്സ് ആയാലും എപ്പോഴായാലും അങ്ങനെ ഇന്ന ടൈമിംഗ് ഇല്ല, നമുക്ക് എപ്പോൾ വേണോ അവരുടെ അടുത്ത് പോയി ആ ഡൗട്ടിന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ്സിലായാലും സ്ട്രെസ്ഫുൾ അല്ല, ഭയങ്കര അവർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഭയങ്കര എൻ്റർടൈൻ ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് ഫീൽ ചെയ്യത്തില്ല. സോ ഇത്രയും നാൾ എനിക്ക് കുറച്ച് ഭയങ്കര സ്മൂത്തായിട്ടാണ് പഠിക്കാൻ പറ്റിയത്. എറണാകുളം ഇടപ്പള്ളി
കോഴിക്കോട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ ക്യാമ്പസുകൾ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. ഇതിനൊപ്പം നിലവിലുള്ള എല്ലാ സെന്ററുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞു. 1.5 ലക്ഷത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികളുടെയും 35,000-ലധികം സജീവ വിദ്യാർത്ഥികളുടെയും കരുത്തിൽ മുന്നോട്ടു പോകുന്ന ലക്ഷ്യയുടെ ഈ അധ്യയന വർഷത്തേക്കുള്ള എല്ലാ ബാച്ചുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം തിരുവാലി റോഡരികിൽ കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ 2 ചാക്ക് വിദേശ മദ്യം കണ്ടെടുത്തു. 2 ചാക്കുകളിലായി സൂക്ഷിച്ച 66 കുപ്പി വിദേശ നിർമ്മിത മദ്യമാണ് പിടിച്ചെടുത്തത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലുറപ്പ് ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് കാട് വെട്ടുന്നതിനിടയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചാക്കുകൾ കണ്ടെത്തിയത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിനിടയിലാണ് 65 കുപ്പി മദ്യം കണ്ടെത്തിയത്. തിരുവാലിയിലാണ് സംഭവം. ഇത് രാവിലെ ഈ ശുചീകരണ പ്രവൃത്തിക്ക് വേണ്ടി കുടുംബശ്രീ പ്രവർത്തകർ വന്ന് ആ ഒരു പ്രദേശം വൃത്തിയാക്കുമ്പോഴാണ് ചാക്കിൽ കെട്ടിവെച്ച മാലിന്യങ്ങൾക്കിടയിൽ ഈ ഒരു ചാക്ക് കൂടി കണ്ടെത്തിയത്. മറ്റു ചാക്കിലൊക്കെ തന്നെ മാലിന്യങ്ങളായിരുന്നു, ഹരിതകർമ്മ സേനാ പ്രവർത്തകരൊക്കെ ശേഖരിച്ച മാലിന്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിടയിലാണ് ഒരു ചാക്കിൽ 65 കുപ്പി മദ്യം കണ്ടെത്തിയത്. ഇത് മാഹിയിൽ മാത്രം വിൽക്കാൻ അനുവാദമുള്ള ബ്രാൻഡിയാണെന്നാണ് പോലീസ് പറയുന്നത്. വിൻഗോസ് എന്ന ബ്രാൻഡി. അതിൻ്റെ രേഖപ്പെടുത്തിയ വില 200 രൂപയാണ്. പക്ഷേ അതൊരു പക്ഷേ ഇവിടെ മറച്ചു വിൽക്കാനും കരിഞ്ചന്തയിൽ വിൽക്കാനും ഒക്കെയാണ് അത് കൊണ്ടുവന്നതെന്ന് പോലീസ് കരുതുന്നുണ്ട്. എന്നാണെങ്കിൽ ഇത് ആര് കൊണ്ടുവച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ആ പ്രദേശം ഒരു ഉൾനാടൻ പ്രദേശമാണ്. അവിടെ നിന്ന് CCTVയോ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാഹിയിൽ നിന്നും ആരെങ്കിലും മൊത്തമായിട്ട് ഇതൊരു ചില്ലറ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന് ഒളിപ്പിച്ചതാകാനാണ് സാധ്യത. ആവശ്യക്കാർക്ക് വേണ്ട സമയത്ത് എടുത്തു കൊടുക്കുക എന്ന തരത്തിലായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ വിൽപ്പന തന്ത്രമുണ്ടാവുക. എന്താണെങ്കിലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. കാരണം ആര് കൊണ്ടുവച്ചു എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അനധികൃതമായ അളവിൽ മദ്യം കൈവശം വെച്ചതിനും മാഹിയിൽ മാത്രം വിൽക്കാൻ അനുവാദമുള്ള മദ്യം കേരളത്തിൽ കൊണ്ടുവന്നതിനൊക്കെയാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ഇടങ്ങളിൽ നടക്കുമ്പോൾ സമാനമായ തോതിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകുമോ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശം, അതിനടുത്ത് ബീവറേജുകളൊന്നുമില്ല. വണ്ടൂരും മഞ്ചേരിയുമാണ് ഈ പ്രദേശത്തിനടുത്തുള്ള ബീവറേജ് കേന്ദ്രങ്ങളുള്ളത്. പക്ഷേ ഇത് കൃത്യമായി മാഹിയിൽ നിന്ന് കരിഞ്ചന്തയിൽ വിൽക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന മദ്യമാണെന്ന് പോലീസ് എന്തിനാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് എടവണ്ണ പോലീസ് അറിയിച്ചിട്ടുള്ളത്. CV അനുമോദ്, ന്യൂസ് 18. കുത്തിവയ്പ്പെടുത്ത സൂചി ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് 1 വർഷത്തോളം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ആറന്മുള സ്വദേശി വത്സല രംഗത്ത്. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്തെങ്കിലും മുഴുവൻ സൂചിയും പുറത്തെടുക്കാനായില്ലെന്ന് വത്സല പറയുന്നു. ഛർദിലുമായിട്ട് കോഴഞ്ചേരി ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് കിടന്നതാണ്. അന്ന് കിട്ടിയ ഇഞ്ചക്ഷനാണ്. അത് മരുന്ന് കല്ലിച്ച് കിടക്കുവാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം പിന്നെ ഇപ്പോൾ ഇത് കൊണ്ട് നടന്ന് മടുത്തിപ്പോൾ വേദന കൂടിയപ്പോഴാണ് ആശുപത്രി ചെന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് സൂചിയാണെന്ന് കണ്ടത്. ഞാൻ ഇവിടെ തുണി തയ്ക്കാറൊന്നുമില്ല. എനിക്കിവിടെ കണ്ണും കാണത്തില്ല, സൂചിയും കോർക്കാൻ കണ്ണും കാണത്തില്ല. ഞാൻ തുണി തയ്ക്കാറുമില്ല. ഈ വീട്ടിൽ സൂചി നൂലൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് തുണി തയ്ക്കുന്ന സൂചി കയറുന്ന ഡോക്ടർമാർക്കറിയാമല്ലോ. കുത്തിവെച്ചപ്പോൾ ഞാൻ സൂചിയാണെന്ന് അവർ സമ്മതിച്ച് തരുമോ? ഇപ്പം പകുതി എടുത്തു, ഓപ്പറേഷൻ ചെയ്ത് പകുതി ഇനി അതിനകത്തിരിക്കുന്നു. അതിന് വേദന എനിക്ക് സഹിക്കാൻ വേദന ഞാൻ കിടക്കുക. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ആശുപത്രി അധികൃതരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? രേണുക, 1 വർഷം മുമ്പാണ് കുത്തിവയ്പ് എടുക്കാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ ആറന്മുള സ്വദേശിയായ വത്സല എത്തുന്നത്. അപ്പോൾ കുത്തിവയ്പ് എടുക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ഈ സൂചി ഒടിഞ്ഞ് ശരീരത്ത് തന്നെ കയറുകയും ചെയ്തു. പിന്നീട് ഇത് വേദനയൊക്കെ തോന്നുകയും ഇടയ്ക്ക് പരിശോധനയൊക്കെ നടത്തുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും ഈ സൂചിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്തുള്ള പരിശോധനയാണ് സൂചിയാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ഇപ്പോൾ 1 വർഷത്തിന് ശേഷം ആ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി തന്നെ ഇത് സർജറി ചെയ്ത് പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷെ പൂർണ്ണമായി ഈ സൂചി സിറിഞ്ച് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. എടുത്ത സമയത്ത് തന്നെ ആശുപത്രി ഇപ്പൊ പറയുന്നത് അത് കുത്തിവയ്പ് എടുക്കുന്ന സിറിഞ്ച് തന്നെയാണ്. പക്ഷെ ആ സൂചി അത് എങ്ങനെ കുടുങ്ങി, അത് ഇവിടുന്ന് തന്നെ ആണോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും പൂർണ്ണമായി സൂചി നീക്കം ചെയ്തിട്ടുള്ള ഈ കുത്തിവയ്പ്പെടുത്ത സൂചി നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിലും വലിയ വേദനയുമുണ്ട്. അപ്പോഴും വത്സല ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി പറയുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി DMOയോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഈ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യമന്ത്രി മുരളീധരൻ ആവശ്യപ്പെട്ടുള്ളത്. ശരി, എന്തായാലും റിപ്പോർട്ട് തേടുന്നതിൽ
മുൻ മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടുള്ളവരാണ്, റിപ്പോർട്ട് തേടുന്ന മന്ത്രി എന്ന് ആക്ഷേപിച്ചിട്ടുള്ളവരാണ്. എന്തായാലും ആദ്യ സംഭവം ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഉണ്ടായിരിക്കുകയാണ്. അതിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,620 രൂപ, പവന് 1,16,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,075 രൂപ, പവന് 96,600 രൂപ. വെള്ളി ഗ്രാമിന് 285 രൂപ, കിലോയ്ക്ക് 2,85,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.